ഹലോ ഗായ്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പൂട്ടും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ആഹാ, എന്താ കോമ്പിനേഷൻ അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ ഗോതമ്പൂട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഗോതമ്പൂട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ട്യൂഷൻ പിള്ളേർ വന്നു കേട്ടോ. അപ്പോൾ തന്നെ സമയം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രേയസ് വന്നു. ശ്രേയസിൻ്റെ ചേച്ചി വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കല്ലേ നമ്മളടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അയാളുടെ വീഡിയോ എടുത്തിട്ടുള്ളൂ ബാക്കി കാര്യം. പിന്നെ അടുത്ത ശ്രേയസ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഹരിയും വന്നു കേട്ടോ. ഓക്കെ, അവിടെ ചെന്നിരുന്നോ? ചെന്നിരിക്കും. അതെ, അതും ഹരിയുടെ പേരെന്താ? ശരിക്കും ഗൗരിയുടെ ഫുൾ നെയിം, ശ്രേയസിന്റെ ഫുൾ നെയിം എന്തിനാ? അങ്ങനെ ദേ നമ്മുടെ വേദ വന്നു കേട്ടോ. വേദ എത്തിയപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മഴ കാരണം എറണാകുളം ജില്ലയ്ക്ക് ഫുൾ അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിള്ളേരോട് ഞാൻ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വായിച്ചു നോക്കാൻ പറഞ്ഞ്. അതൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഇട്ടൊക്കെ കൊടുത്ത് എഴുതിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം കുടിക്കാനായിട്ട്, കാരണം അത്യാവശ്യം എല്ലാവരെയും പഠിച്ചൊന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം പിള്ളേർ വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞപ്പം ഹരിക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഹരി പോയൊരു 7:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹരി പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരി അത്യാവശ്യം പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗൗരിയുടെ മെർമെയ്ഡ് പെന്നൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുവാണ്. വേദയ്ക്ക് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് മാത്രം ഒന്ന് ക്വസ്റ്റ്യനൊക്കെ കൊടുത്തേ. പിന്നെ ഗൗരിയുടെ റഫ് ബുക്കിനകത്ത് ഇതേപോലെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്യൂഷൻ ബുക്കിൽ എഴുതി കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളുടെ റഫ് ബുക്കിലും ഇങ്ങനെ സ്കൂളിലത്തെ എഴുതി കൊടുക്കാനോട് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ പിള്ളേരല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെയാണ് ചെറിയ മക്കൾക്ക് സാധിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ അവൾക്ക് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എഴുതിയത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ, കാരണം ഗൗരീനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദേനെ വന്നു കേട്ടോ. അപ്പോൾ ഗൗരിയും വേദയും അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സമയം അപ്പോൾ 8:20 അപ്പോൾ ഞാൻ യൂട്യൂബിൽ പിള്ളേർ പോയല്ലോ, അപ്പോൾ കുറച്ച് സമയം സമാധാനമായിട്ട് ഇരുന്നിട്ട് യൂട്യൂബിൽ പുള്ളുത്തിയുടെ വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ഓക്സിക്കൂട്ടൻ ഓടി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് സമയം അവനെയും കളിപ്പിച്ച് പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാം കേട്ടോ. ചോറും ചിക്കൻ കറിയും ക്യാബേജ് തോരനായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ചു കേട്ടോ. അമ്മ ചോറൊക്കെ വാരി തന്നെ. പിന്നെ ഞാൻ എൻ്റെ ഓക്സിക്കൂട്ടൻ്റെ കൂടെ എന്നത്തെയും പോലെ കുറച്ച് സമയം ഇരുന്ന് കളിച്ച് കഴിഞ്ഞ് പിന്നെ അമ്മ എനിക്ക് കപ്പലണ്ടി മിഠായി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാൻ പോവാണ് കേട്ടോ. മുടി എപ്പോഴത്തേയും പോലെ തന്നെ ചീപ്പി തല ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഉച്ചി വാരി ഞാൻ മുടി കെട്ടിയൊക്കെ കേട്ടോ. അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഞാൻ അങ്ങനെ മുടിയൊക്കെ വാരി കെട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ ഏകദേശം 10:45 11 മണി ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.